വിമുക്ത ഭടന്മാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാൻ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ശക്തമായി പ്രക്ഷോഭരംഗത്തുണ്ടാവുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് റിട്ടയേർഡ് കേണൽ പി ജയദേവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 14-ന് കോഴിക്കോട് മഹാറാലിയും വജ്രജൂബിലി സമ്മേളനവും നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മാനാഞ്ചിറ മൈതാനിയിൽ നിന്നും 14-ന് വൈകിട്ട് 3:30-ന് ആരംഭിക്കുന്ന റാലിയിൽ വിമുക്ത ഭടന്മാരും കുടുംബങ്ങളുമടക്കം 10,000 അണിചേരും. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ നടക്കുന്ന പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ 60ാം വാർഷികം ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗ് പ്രസിഡന്റ് റിട്ടയേർഡ് ബ്രിഗേഡിയർ ഇന്ദർ മോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. മുൻ സതേൺ ആർമി കമാൻഡർ സുരേന്ദ്രനാഥ് മുഖ്യാതിഥിയാകും. വിവിധ യുദ്ധങ്ങളിൽ സ്തുത്യർഹമായ സേവനം നടത്തി അവാർഡുകൾ നേടിയ സൈനികരെ ചടങ്ങിൽ ആദരിക്കും. വിമുക്ത ഭടന്മാർ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സംഘടന നിവേദനം നൽകും. 1965 രൂപം കൊണ്ട ഈ സംഘടന ഇന്ന് 60ന്റെ നിറവിലാണ്. ഇതിനോടനുബന്ധിച്ച് ഇന്ന് ഈ വരുന്ന 14-ാം തീയതി ഫെബ്രുവരി 14-ാം തീയതി നടക്കുന്ന ഫെബ്രുവരി 14-ാം തീയതി ശനിയാഴ്ച കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ നിന്നും പുറപ്പെടുന്ന മഹാറാലി കോഴിക്കോട് ബീച്ചിൽ NRR വർമ്മ രാജാ നഗർ എന്ന നാമകരണം ചെയ്ത ഫ്രീഡം സ്ക്വയറിൽ പൊതുസമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനത്തോടനുബന്ധിച്ച് എക്സ് സർവീസ് ലീഗിൻ്റെയും കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിൻ്റെയും ഇന്ത്യൻ എക്സ് സർവീസ് ലീഗിൻ്റെയും പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുകയാണ്. അതിൽ പ്രധാനമായി ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗിൻ്റെ പ്രസിഡന്റ് ബ്രിഗേഡിയർ ഇന്ദർ മോഹൻ സിംഗ്, മുൻ കരസേന. ഈ റാലിയിൽ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു അവകാശ പത്രിക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിക്കുകയാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ എല്ലാം തന്നെ വിമുക്തന്മാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് ഇതിൽ കണ്ണടയ്ക്കുകയാണ്. കൂടാതെ ഈ റാലി ഇപ്പം തന്നെ സംഘടിപ്പിക്കാനുള്ള കാരണം 60ാം വർഷത്തോടനുബന്ധിച്ചുള്ളത് കൂടെ 2 മാസം നടക്കാൻ പോകുന്ന നമ്മുടെ നിയമസഭാ ഇലക്ഷനിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു സൂചന നൽകുകയാണ്. വിമുക്തന്മാർ വിചാരിച്ചാൽ ഒരാളെ ജയിപ്പിക്കാൻ അല്ലെങ്കിൽ തോൽപ്പിക്കാൻ മസ്റ്റായിട്ട് കഴിയും എന്ന് ഞങ്ങൾ എത്ര ശക്തമുള്ളതാണെന്നും 1 ലക്ഷത്തിൽ പരം മെമ്പർഷിപ്പുള്ള വിമുക്തന്മാരെയും അതിൽ അത്ര തന്നെ വീർനാരികളും മകളാവിങ്ങുള്ള ഒരു മഹത്തായ വലിയ സംഘടനയാണ്. അപ്പോൾ ഞങ്ങൾ ഈ അവകാശ പത്രിക സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ളത് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനെ പറ്റിയുള്ളത് ഇന്ത്യൻ എക്സ് മുഖാന്തരം പ്രധാനമന്ത്രി ശ്രീ മോദിജിക്കും നമ്മൾ നൽകുന്നതായിരിക്കും. മറ്റു കാര്യങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങാനോ സമരം ചെയ്യാനോ ഉള്ള പരിചയം കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എത്രാണ്ട് വൈകിക്കാൻ പറ്റുമോ അത്രാണ്ട് വൈകിക്കുകയാണ് ഗവൺമെൻറ്റുകൾ. ഇപ്പോൾ OROP 2014 ഞങ്ങൾക്ക് പാസ്സാക്കി തന്ന് 40 കൊല്ലം ഞങ്ങൾക്ക് മാറ്റിവെച്ചതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് എത്രയോ വിമുക്തഭടന്മാർ എത്രയോ ആൾക്കാർ മരിച്ചുപോയി. അവർക്കൊന്നും ഈ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ECHS ഞങ്ങൾ ഒരു സാധാരണ പൗരൻ പട്ടാളത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ അടുത്ത കാലത്താണ് ECHS എന്നുള്ള കാര്യം തുടങ്ങിയത്. അതും മുഴുവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സമയത്തിന് പണം സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാത്ത കാരണം. വാർത്താ സമ്മേളനത്തിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് പി ജയദേവൻ, ജനറൽ സെക്രട്ടറി SK അജിത് കുമാർ, ട്രഷറർ C രാജശേഖരൻ നായർ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി ജയരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.